ഹായ് കൂട്ടുകാരെ, ഇന്ന് കുറച്ച് ചട്ടികളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. 5 ചട്ടികൾ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാണത്? ദേ ആ കിടക്കുന്ന കണ്ടോ, കുറേ ചെടികൾ. ഇത് നടാൻ വേണ്ടി ഞാൻ കുറേ ചട്ടികളൊക്കെ മേടിച്ചു കേട്ടോ. അടിപൊളിയായിട്ടുള്ള കുറച്ച് ചെടികളാണ് ഞാനിന്ന് നടാൻ പോകുന്നത്. കണ്ടോ, അടിപൊളിയായിട്ടുള്ള ചെടികളാണ്. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ, എന്ത് രസമാണെന്ന് നോക്കിക്കേ. നല്ല രസമല്ലേ കാണാൻ? ഈ ചെടികൾ നമുക്ക് ഈ ചട്ടിയിലെല്ലാം വെച്ച് പിടിപ്പിക്കണം. മഴക്കാലമായതുകൊണ്ട് ഇതെല്ലാം പിടിച്ചോളും. ഇതുകൊണ്ടോ, ഇതെന്തൊരു ഭംഗിയാന്ന് നോക്കിക്കേ. കേട്ടോ, ഇത് ഈ ക്യാമറയ്ക്കകത്ത് അത്ര സ്റ്റൈലില്ല കേട്ടോ, പക്ഷേ ഇത് നല്ല രസമുണ്ട്. കണ്ടോ, നല്ല മഞ്ഞയാണ്, അടിപൊളി ഒരു ലുക്കാണ്. അപ്പം ഇപ്പോൾ വെറൈറ്റിയാണ്. ഇത് വേറൊരു മോഡല്, ഇത് വേറൊരു മോഡലാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാമെന്ന് കരുതുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജൂൺ ജൂലൈ മാസം നല്ല മഴക്കാലമല്ലേ. അപ്പം നമുക്ക് ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ സൂപ്പറായിട്ട് വളരും. പെട്ടെന്ന് വേര് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ചട്ടിയിൽ വേര് പിടിപ്പിച്ചാൽ ഇത് ഇരുന്നോളും. നല്ല രസമാണ് കാണാൻ. ഇത് പൊക്കം വെക്കുന്ന ചെടിയാണ് കേട്ടോ. നല്ല കുറ്റിച്ചെടി പോലെ വെട്ടി വിടുവാണെങ്കിൽ അടിപൊളി ഒരു ലുക്കായിരിക്കും. അതുപോലെ തന്നെ ഞാനിവിടെ കുറേ ചെടികളെല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് കണ്ടോ, ഇതൊരു ചെടിയാണ് കേട്ടോ. ഇതുണ്ടോ, അടിപൊളിയായിട്ട് ഇതിങ്ങനെ മരത്തെ കയറിപ്പോകുന്നൊരു ചെടിയാണ് കേട്ടോ. മരത്തിലല്ല, ചെറിയൊരു കമ്പേ കൊടുത്താൽ ഇതിങ്ങനെ കയറിപ്പോകും. നല്ല രസം. ഒരു ചുമന്ന പൂവാട്ടോ ഇതിൻ്റെ ഒരു ഇതാട്ടോ. അങ്ങനെ കുറേ നട്ട് വെച്ചിട്ടുണ്ടേ. കണ്ടോ, ഇത് ഈ ഇടയ്ക്ക് ഞാൻ ഇവിടെ നട്ടതാണേ. അടിപൊളി ഒരു പ്ലാന്റായത്. ഇതുകൊണ്ട് ഇതിൻ്റെ ഇല കണ്ടോ, നല്ല ഭംഗിയാണേ. ഇതിങ്ങനെ ഇലയായിട്ട് കയറിപ്പോകും കേട്ടോ. അപ്പോൾ ഞാനതൊരു കമ്പ് വെച്ച് കൊടുത്ത് ഒരു ലക്കി പ്ലാന്റ് കൊടുത്ത് അതിലാണ് നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതും ഉണ്ടോ, അടിപൊളിയല്ലേ. അതൊരു മണി പ്ലാന്റാണ് കേട്ടോ. അടിപൊളി ഒരു മണി പ്ലാന്റാണേ. അത് കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. അതിൻ്റെ ഇലയൊക്കെ കണ്ടോ, നല്ല സൂപ്പറല്ലേ. അങ്ങനെ അതെല്ലാം നട്ടിട്ടുണ്ട്. കണ്ടോ, ഞാൻ അങ്ങനെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ഒരു ലുക്കാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, അടിപൊളിയല്ലേ. ഇത് കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇതുണ്ടോ, ഈ ഇലയൊക്കെ കണ്ടോ, നല്ല രസമല്ലേ. അങ്ങനെ ഞാനിത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളിതുപോലെ സെറ്റാക്കി വെക്കും കേട്ടോ. ജൂൺ ജൂലൈ മഴയല്ലേ, അപ്പം മഴക്കാലത്ത് നമുക്കിതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വെക്കാം. നല്ല അതുമല്ല, ഇത് പോസിറ്റീവ് എനർജിയാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ ഇലച്ചെടി നമുക്ക് പോസിറ്റീവ് എനർജി ആട്ടോ നൽകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വീടുകളെല്ലാം വെച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം കേട്ടോ. അടിപൊളിയായിട്ട് കണ്ടോ, നല്ല രസമുണ്ട്. നല്ല രസമല്ലേ കാണാനായിട്ട്. നോക്കിക്കേ, കണ്ടോ. ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനലൊന്ന് എൻ്റെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യണം. ചെയ്യാത്തവരൊന്ന് ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്. ഇത് കണ്ടോ, ഫേസ്ബുക്ക് ചെയ്യണം, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്ക് ഫോളോയും ചെയ്യണം കേട്ടോ. ഇൻസ്റ്റാഗ്രാമും ഉണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയല്ലേ. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഇതുണ്ടോ, എന്ത് രസമാണ് നോക്കിക്കേ. നല്ല രസമല്ലേ. കണ്ടോ, ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് അടിപൊളിയാക്കാം കേട്ടോ. ഇത് വീഡിയോസിൻ്റെ ഈ മഞ്ഞ കളർ അങ്ങ്. അതുപോലെ തന്നെ ഒരു ചിരട്ടയ്ക്കകത്ത് കുറേ ചെടികൾ ഞാൻ നട്ട് വെച്ചിരിക്കുന്നുണ്ടോ. അടിപൊളിയല്ലേ. നോക്കിക്കേ, എന്ത് ഭംഗിയാണ് നോക്കിക്കേ. ഇത് നമുക്ക് വേര് പിടിച്ച് കഴിഞ്ഞ് നമുക്ക് ചട്ടിയിലാക്കാം. കണ്ടോ, എന്ത് ഭംഗിയല്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചെടി. ഇതിൻ്റെ കളറൊക്കെ നോക്കിക്കേ, ഒരു പർപ്പിൾ കളറല്ലേ. നല്ല രസമല്ലേ കാണാനായിട്ട്. കണ്ടോ, ഇത് നോക്കിക്കേ, എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ഒരു മണി പ്ലാന്റ് നിൽക്കുന്നുണ്ടോ, അതും ചിരട്ടയ്ക്കകത്ത്. അത് എന്ത് രസമാണെന്ന് നോക്കിക്കേ നിൽക്കുന്ന. കണ്ടോ, ആ നിൽപ്പ് എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കേ. ഞാനിത് ചുമ്മാ വെറുതെ ഇട്ട, പക്ഷേ ഇത് മണ്ണൊന്നുമില്ല, വെള്ളം ഊറ്റി കൊടുക്കും കേട്ടോ. വെള്ളത്തിലാണ് നിൽക്കുന്നത്, മണ്ണൊന്നും ഇട്ടില്ല. അടിപൊളി ഒരു കാഴ്ചയല്ലേ കാണാൻ. നല്ല രസമല്ലേ കാണാനായിട്ട് അല്ലേ. നിങ്ങൾക്കിഷ്ടമായോ? അതുപോലെ തന്നെ ഒരു ചിരട്ടയ്ക്കകത്തൊരു ചെടി വെച്ചിരിക്കുന്നുണ്ടോ. അടിപൊളി ഒരു ലുക്കല്ലേ നോക്കിക്കേ. കണ്ടോ, എന്ത് രസമാണ് നോക്കിക്കേ. ഇതൊക്കെ കിളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി. ഇച്ചിരി ഞാൻ പറിച്ച് വെക്കുന്നതാണ്. അടിപൊളിയായിട്ടുള്ളൊരു നോക്കി, നല്ല രസമല്ല കാണാനായിട്ട്.
അതുപോലെ തന്നെ വേറൊരു ചിരട്ടയ്ക്കകത്ത് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ടോ. ഇതൊക്കെ ഭയങ്കര വിലയുള്ള ചെടികളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തണ്ടുകളൊക്കെ ഇങ്ങനെ ഓരോ വീടുകളിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്നതാണ്. അപ്പം അതെല്ലാം ഞാനിവിടെ വെച്ച് പിടിപ്പിക്കുന്നത് കണ്ടോ. അടിപൊളിയായിട്ടുള്ളൊരിതാണ് കേട്ടോ. ഞാനങ്ങനെ വില കൊടുത്തൊന്നും മേടിക്കില്ല, പക്ഷേ എവിടെയെങ്കിലും കണ്ട് അടിച്ചു മാറ്റിക്കൊണ്ടിങ്ങനെ വരും. അങ്ങനെ വെച്ച് പിടിപ്പിക്കുന്ന കേട്ടോ. നല്ല രസമല്ല. പിന്നെ നമ്മുടെ വീടുകളിലാണ് കേട്ടോ, നമ്മുടെ സ്വന്തക്കാരുടെയും ബന്ധുക്കാരുടെയൊക്കെ വീടുകളിലാണേ. അപ്പോൾ അതുകൊണ്ട് വിഷയമില്ല, വേറൊരിടത്തൊന്നും അങ്ങനെയൊന്നും എടുക്കുകയല്ലേ. ഇത് ഞാൻ എൻ്റെ സ്വന്തക്കാരുടെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. അടിപൊളി ഒരു ലുക്കല്ലേ കിട്ടുന്നത്. എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കേ. ഇതിന് പൂവുണ്ടാകും, ഒരു വെള്ള ചെറിയ ഒരു പൂവുണ്ട്. ഇത് ഒരാളെന്നോട് സൈഡ് വാങ്ങിയതാണ് കേട്ടോ. ഇത് ഞാനത് കൊടുക്കണം അവർക്ക്. അപ്പം അവർ പറഞ്ഞായിരുന്നു ഇതുപോലെ ചെയ്ത് വെച്ച് തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനിത് എല്ലാം കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതുകൊണ്ട് ഇതൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ലുക്കാണ് കണ്ടോ. നല്ല അടിപൊളിയല്ലേ, രസമല്ലേ കാണാൻ. അതുപോലെ തന്നെ ഓരോ വെറൈറ്റിയാണേ. ഓരോ ചെടികൾ എല്ലാം ഇലച്ചെടിയാണ്, ഓരോരോ വെറൈറ്റികളുണ്ട് കണ്ടോ. അടിപൊളിയല്ലേ. ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് കണ്ടോ, അടിപൊളിയല്ലേ, നല്ല കനമുണ്ടേ, നല്ല അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ചെടി, ഇതിൻ്റെയൊക്കെ ഓരോ വെറൈറ്റികൾ ഓരോന്നിൻ്റെയും വെറൈറ്റിയാണ് വെച്ചിരിക്കുന്നത്. അടിപൊളിയല്ലേ. അതുപോലെ തന്നെ ഇത് അടിപൊളി ഒരു ലുക്കാണ് കേട്ടോ. നല്ല രസമാണ് ഇത് കാണാൻ കണ്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ഇത് ലക്കി പ്ലാന്റ് ആണേ. ഇത് ലക്കി പ്ലാന്റ് എല്ലായിടത്തും ലുക്കുമല്ലോ. അങ്ങനെ കുറേ എല്ലാം ചെയ്ത് സെറ്റപ്പാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഓരോരുത്തർക്ക് കൊടുക്കുവാനായിട്ട്. ഇതുണ്ടോ, ഇതെല്ലാം ചെടികളാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ നട്ടു വെച്ചിരിക്കുക. അപ്പം ഇതുണ്ടോ, ഇതെല്ലാം ഞാൻ വിത്തിട്ട് വെച്ചിരിക്കുക കിളുക്കാനായിട്ട്. അടിപൊളിയായിട്ടുള്ളൊരു ലുക്കാട്ടോ കേട്ടോ. എൻ്റെ ചെടികളൊക്കെ കണ്ടോ, സൂപ്പറല്ലേ.